പോയി. അശോകൻ പോയി. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഡയറക്റ്റ് തുടങ്ങാവോ അതോ ഇനി ആദ്യം ട്രയൽ വേണോ? വേണ്ട, തുടങ്ങാം അല്ലേ? അപ്പൊ ഒരു ടൈമർ വെക്കണേ. അവൻ പറഞ്ഞു ആറിന് എക്സ്ക്യൂസ് കൊടുത്തു. പ്രസന്റ് ചെയ്യുമ്പോൾ കേട്ടോ കേട്ടോ ആലോചിച്ചിട്ട് തെറ്റുപോലുണ്ടായിരുന്നു. ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ വണ്ണം തീർത്തോ. ഓക്കെ ഓക്കെ. ഔട്ട്. ഇത്രയും ടൈം കൊടുക്കാൻ പാടില്ല. ചേച്ചി എത്ര പറഞ്ഞ 7 അല്ലേ? മോൻ 8. 16 അദ്ദേഹം പറഞ്ഞില്ലേ? ശ്രദ്ധിക്ക്. ഒന്നുകൂടെ പറഞ്ഞു. ഔട്ടായ ആരെങ്കിലും ഉണ്ടോ? അഭിനവ് അങ്കിളുടെ കൂടെ പോയി താഴെ ഉണ്ട് ബാക്കി. ടൈം ഔട്ട്. കേട്ടില്ലേ? പാസ പറഞ്ഞ മിസ് വരണം. നിങ്ങൾ ഉറക്കം പറയട്ടോ. പോയി പോയി പോയി. എന്തിനാ വണ്ണം പറഞ്ഞേ? പോയി പോയി. ഉറക്കം പറ, കേൾക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് പറഞ്ഞെങ്ങനെയാണ്? ഒന്നുകൂടെ സന്തോഷത്തോടെ. പോയി പോയി. ഇരുന്നോളൂ ഇരുന്നോളൂ. बहुत स्ट्रॉन्ग था तू. റെഡിന് 2 20 ഒരാൾക്ക് 20 പോയിന്റ് കൊടുത്തോട്ടോ. അതായത് 20 × 2 40 പോയിന്റ് റെഡിന്. ഓക്കെ, യെല്ലോ കുറേണ്ടല്ലോ. 1 2 3 4 5 5 6 × 20 120 പോയിന്റ്സ്. ഇവര് 1 2 3 പറഞ്ഞു കൊടുത്തില്ല. 4 5 6 7 7 × 20 140.
ending. 1, 2, 3, 4, 5, 6, 7. Blue 1, 2, 3, 4. You both have that competition of 20 points. Next we have team blue with 80. 2. അവിടെ പേരിനെ 5, 3. 1, 3, 4, 5, 2. 1, 2, 4, 5, 3, 2, 1, 4, 5, 3. തൊട്ടോ 2, 1, 5, 4. Do or die. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സമരത്തിന്റെ അവസരത്തിലാണ് ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത്? ഇതിപ്പോ മൂന്നാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, റൈറ്റ് ആൻസർ. ग्रीन। वैसे और भी टीचर्स हैं इधर, सबका पता है। आगे इधर विक्टोरिया मूवमेंट ये दियो, अरे दियो अश्वती क्या अरे दियो हैं ये ओके। അപ്പോൾ ഇനി നാലാമത്തെ ചോദ്യം. അപ്പോൾ പോയിന്റ് ഗ്രീൻ ഗ്രൂപ്പിന് മാത്രം. ഓക്കെ, നാലാമത്തെ ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിലേതാണ്? എന്താ ചേച്ചി സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിലേതാണ്? സുനാമി ഈസ് എ വേർഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഗ്രീൻ ബാക്കിയിലായിരിക്കും 10 points. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ എഴുതിക്കോ, 6. ഓക്കെ, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയില്ലേ? മാപ്പിൽ ഗ്രീൻലാൻഡ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമോ? അറിയില്ലേ? ഗ്രീൻലാൻഡ് ജിയോളജിക്കലി ഏത് കോണ്ടിനെന്റിലാണ് പെടുന്നത്? കോണ്ടിനെന്റ്. ഗ്രീൻലാൻഡ് ജിയോളജിക്കലി എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം, നോട്ട് പൊളിറ്റിക്കലി. ജിയോളജിക്കലി ഗ്രീൻലാൻഡ് എന്ന രാജ്യം ഏത് കോണ്ടിനെന്റിലാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ് ഗ്രീൻലാൻഡ് ജിയോളജിക്കലി? ബ്ലൂ ഗ്രൂപ്പിൽ ചർച്ചയൊന്നും നടക്കുന്നില്ലല്ലോ. അശോകേട്ടൻ ഹെൽപ്പ് ചെയ്യും. Okay, time off. Stop writing. ആകെ ശരിയോ? ഏതാ? നോർത്ത് അമേരിക്ക, റൈറ്റ് ആൻസർ. റെഡിന് പോയിന്റ്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം
എഴുതിയോ? ഓക്കെ, ടൈം സ്റ്റോപ്പ് റൈറ്റിംഗ്. റാഞ്ചി അല്ല എഴുതിയെന്താ? ജംഷഡ്പൂർ അല്ല. റായ്പൂർ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, പെട്ടെന്ന് അടുത്ത ചോദ്യം. ക്യാപിറ്റൽ ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം. ഓക്കെ, സ്റ്റോപ്പ്. എന്താ എഴുതിയില്ല? അല്ല, ഡെഹ്റാഡൂൺ. ആരും എഴുതിയില്ല അല്ല, ഡെഹ്റാഡൂൺ ആരും എഴുതിയില്ല. ഒരു ചോദ്യം, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ കുറെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലേ, പക്ഷെ അവർക്കൊന്നും ഹൈക്കോടതി ഇല്ല. ഇപ്പൊ ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയിൽ വരുന്നു, അൻഡമാൻ നിക്കോബാർ ഐലൻഡ് പിന്നെ കൊൽക്കത്തയിലേക്ക് വരും. പക്ഷെ സ്വന്തമായിട്ട് ഹൈക്കോടതി ഉള്ള ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അത് ഏതാണെന്നറിയോ? അതാണ് ചോദ്യം. വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട്? സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള യൂണിയൻ ടെറിട്ടറി. ഓക്കെ, സ്റ്റോപ്പ് റൈറ്റിംഗ്. ടൈം അപ്പ്. എഴുതിയോ? ഗ്രീൻ എഴുതിയോ? ഗ്രീൻ എഴുതിയോ? ദമൻ അല്ല, നിങ്ങൾ എഴുതിയോ? ദമൻ നിങ്ങൾ എഴുതിയോ? റെഡ് ഡൽഹി റൈറ്റ് ആൻസർ. ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരെന്നറിയോ? അതല്ല ചോദ്യം. ആര്യരാജേന്ദ്രൻ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. ചോദ്യമാണ് ഏറ്റവും കുറഞ്ഞ പ്രായം വാർഡ് മെമ്പർ ആവാൻ, ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? അതാണ് ചോദ്യം. 21 ആകേഷ് വിശ്വസിച്ചു. 21 റൈറ്റ് ആൻസർ. ആയോ എല്ലാരും? ഫുൾ 14? എഴുതിയതാരാണ്? എഴുതിയതാരാ? 20 points for these two. സാരമില്ല, അടുത്ത പ്രാവശ്യം. ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം ഏത്? ഹിന്ദിക്കാര് പോക്കറ്റിൽ വെക്കും, മലയാളികൾ അടുപ്പിൽ വെക്കും. Yes.
നനയില്ല. ഇനി അടുത്തത് നോക്ക്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും. ഇനി അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടെ ഉള്ളൂ. മീശ മാധവൻ എന്ന സിനിമയിൽ മീശയില്ലാത്ത മാധവൻ ആരാണ്? കുട്ടികൾ മലയാളം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഒരു ടോപ്പിക്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ ഹൗസിനോട് ഞാൻ പറഞ്ഞു, ഗ്രീൻ ഹൗസിന്റെ ടോപ്പിക് കുട്ടികൾ മലയാളം പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന ടോപ്പിക് കൊടുത്തു. അപ്പൊ അവര് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കണം. ഓക്കെ, അത് റെഡിയാക്കിയതിനു ശേഷം അവര് അത് അവതരിപ്പിക്കും. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ടീം അതിനെ ചലഞ്ച് ചെയ്യണം. എന്തിനാ പഠിക്കുന്നു, മലയാളം പഠിച്ചിട്ട് എന്താ വേണ്ട എന്ന ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അവരെ ചലഞ്ച് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ആർഗ്യുമെന്റിനെ അവര് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവര് എത്ര സ്ട്രോങ് ആയിട്ട് അവരുടെ പോയിന്റ്സ് മുന്നിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ടി വിയിലുള്ള ചർച്ചകളൊക്കെ കാണുന്ന പോലെ, അതുപോലെ ആരെങ്കിലും ലാംഗ്വേജിലല്ല. അപ്പൊ അതാണ് ഈ പാനൽ ഡിസ്കഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ്, നിങ്ങളുടെ സപ്പോർട്ടിങ് ബാക്കി 3 ഗ്രൂപ്പും അതിന് അഗേൻസ്റ്റ് ആയിരിക്കും. മലയാളി സമാജം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. സമാജങ്ങൾ ഇപ്പോൾ ആവശ്യമാണ് എന്നൊരു പോയിന്റാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. വെജിറ്റേറിയനിസം ഈസ് ബെറ്റർ ദാൻ നോൺ വെജിറ്റേറിയനിസം. വെജിറ്റേറിയൻ ആകുന്നതാണ് നല്ലത്. മൂവീസ് ആർ ബെറ്റർ ദാൻ ഹിന്ദി മൂവീസ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ടോപ്പിക്കായിരുന്നു കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അത്യാവശ്യം. സോ വി ഹാവ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വെരി പ്രൗഡ് ടു ബി എ മലയാളി. സെക്കൻഡ് തിങ്, മലയാളം ഇസ് വെരി എസെൻഷ്യൽ to teach. We have to teach our children because it is very important for the future generation as well. We can pass our traditions, culture and everything to the future generation. Where Malayalam is also known as a Shrestha Bhasha because it includes Sanskrit as well, and Kerala is the most literate state in India, and it is one of the oldest language, and we can easily communicate with the language with the elders. When we go to Kerala, obviously, നാണക്കേടാണ് നമുക്ക് മലയാളിയായിട്ട് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു നാണക്കേടാണ്. Another thing is that so many good literature in Malayalam which has been translated in other languages and worldwide. Most of the Malayalis are in high position. നമ്മൾ കേട്ടിട്ടില്ലേ ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാവുമെന്ന്. അപ്പോൾ most of the Malayalis are in very high position. So it is very important to നമ്മളൊരു ജോബ് വേക്കൻസിക്ക് പോവാണ്, even if it is out of India. It's very important to communicate over there also. Can easily understand traditional dances and script. ഇപ്പം നമ്മൾ നാട്ടിൽ പോവാണ്, കഥകളി ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം അറിയില്ലെങ്കിൽ they will be just be blank over there. So it is very important. Yes, sir, often. Do you? Yes. Yes. Other 4 languages also becomes very easy, like Tamil, Telugu and all. Somewhere or the other it is a blend. That's what we feel. Most of the Malayalis, as I told you, and can easily get married to a Malayali family. Do you agree with me? Yeah. Yes. So, നമ്മുടെ മലയാളം അറിയാണ്ട് ഒരു ഫാമിലിയിൽ കല്യാണം കഴിച്ചു പോകുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയായിരിക്കും. Another thing is that to seek employment and yes. Yeah, we have Malayalis in every nook and corner in the world. So even for whatever, we have nurses over there, so many nurses, teachers, in high positions. Malayalis are in high position. Everywhere you go, if you say that, you are a Malayali, for sure you will get a job there, 100%. Okay, because Malayalis are considered very intelligent. Done. Thank you so much. Again, I am very proud to be a Malayali. Last question here.
will come to you. So എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഗ്രൂപ്പ് വഴി പോകും, അവർ ഇതിന് കൗണ്ടർ ആർഗ്യുമെന്റ്സ് പറയും. സോ യു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ആ കൗണ്ടർ ആർഗ്യുമെന്റ്സ് യു നോട്ട് ഡൗൺ. എന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടാകുമ്പോൾ അതിന് ഒരുമിച്ച് ആൻസർ പറഞ്ഞു. എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗ്രൂപ്പിന് എന്താണ് ഇവരോട് കൗണ്ടർ ചെയ്യാനുള്ളത്? രാകേഷ് പെട്ടെന്ന് പറയുമോ? ഈ നിങ്ങളുടെ ടോപ്പിക് എന്തായിരുന്നു? അതിന്റെ മലയാളം ക്ലാസ് കുട്ടികൾക്ക് പഠിപ്പിക്കണം, അതാണ് ടോപ്പിക്ക്. എന്തിന് നിങ്ങൾ വീട്ടിൽ പഠിപ്പിച്ചാൽ പോലെ വീട്ടിൽ അമ്മയച്ഛൻ മലയാളം സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ പഠിച്ചോ? എന്തിനാണ് ക്ലാസ്? ടോപ്പിക്ക് കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല, കുട്ടികൾ മലയാളം പഠിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് അവരുടെ ടോപ്പിക്ക്. അത് വീട്ടിലായാലും മലയാളം ക്ലാസ്സിലായാലും അത് ഇമ്മീഡിയറ്റ് മലയാളം പഠിക്കുന്നത് ആവശ്യമാണെന്നേ പറഞ്ഞു. അല്ല, ക്ലാസ്സിലോ ഇങ്ങനെയോ ആണ്. അങ്ങനെയില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ആർഗ്യുമെന്റ്? നിങ്ങൾ 20 പോയിന്റ് ചേച്ചിക്ക് എന്തോ പറയാൻ? മലയാളം പഠിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ചേച്ചി പറഞ്ഞ മൊത്തം ഇംഗ്ലീഷിലായിരുന്നു. വേറെ എന്തെങ്കിലും ആർഗ്യുമെന്റ് ഇല്ല? മലയാളത്തിന്റെ ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും ചേച്ചി ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രിഫറൻസ് അവർ മലയാളത്തിലാണ് കൊടുക്കേണ്ടത്, അത് ചെയ്തിട്ടില്ല. സോ ദാറ്റ് വാസ് അതിലൊരു കാര്യം. മലയാളം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യത്തെ വിഷയം വരുന്നത് താല്പര്യം. അത് എല്ലാവർക്കും താല്പര്യമുണ്ടോ പഠിക്കാൻ? ചിലവർ പറയുന്നില്ല, ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മറാഠി, മഹാരാഷ്ട്ര. അപ്പം നമ്മൾ ഇവിടെ മഹാരാഷ്ട്രയിൽ താമസിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നല്ലോ, അപ്പൊ ഇല്ല, നമ്മുടെ കുട്ടിക്ക് മലയാളം പഠിക്കാൻ അച്ഛനും അമ്മയും താല്പര്യപ്പെട്ടാലും കൊച്ചിനും താല്പര്യമുണ്ടോ? അപ്പൊ താല്പര്യമാണ് ആദ്യത്തെ വിഷയം. താല്പര്യം വരുന്നത് ആദ്യം മാതാപിതാക്കളിലൂടെയാണ്. മാതാപിതാക്കൾ അഥവാ മലയാളം പഠിച്ചിട്ടുണ്ട്, അവർ എഴുതുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയില്ലെങ്കിൽ ചിലതിന് താല്പര്യം ഉള്ളവർ മാത്രം പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ. ശരി. പിന്നെ വീട്ടില് മലയാളം പറഞ്ഞാൽ എല്ലാം ശരിയാവും. കാരണം ഒന്നും വേണ്ട, പുറത്ത് പോയി പഠിക്കാനോ ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പറ്റും. വീട്ടിലാകുമ്പോൾ പാരൻസ് മലയാളം പറയണം. അപ്പൊ എല്ലാവരും പറഞ്ഞില്ല അല്ലേ? അവര് പറഞ്ഞില്ല, ചേച്ചി അത് പറഞ്ഞു. നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഈ മോഹിനിയാട്ടം, കഥകളി എന്നുള്ള കലാരൂപങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ട് കുട്ടികൾക്ക് മലയാളം പഠിക്കേണ്ടി. അത് അത്യാവശ്യമില്ല, ആവശ്യമില്ല ശരി പറഞ്ഞാൽ. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഓരോരോ കൾച്ചറലി ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ലാത്ത ലാംഗ്വേജ് ബാരിയർ അവിടെ വരാറില്ല. ആ ഒരു പോയിന്റ് മാത്രം ഞാൻ കൗണ്ടർ ചെയ്യുന്നത്. Note down the response. Say together. വേറെ എന്താ പോയിന്റ്? പറയാനുണ്ടോ? എന്ത് പോയിന്റ് പറയാനുണ്ടോ? അവർ പറഞ്ഞു. ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, മോഹിനിയാട്ടം പോലെയൊക്കെ കാണാം. നമുക്ക് മലയാളം അറിഞ്ഞിട്ടല്ലല്ലോ അവർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ ആരാ കൊടുക്കുന്നത്? എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ? ആരായിരുന്നു പറഞ്ഞത്? ഒരു ഒബ്ജക്ഷൻ അവരുടേതായിരുന്നു. ഇവർ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. അതെന്താ കാണിക്കുന്നത്? അവർ മലയാളം പഠിക്കുന്നതിൻ്റെ ആവശ്യമാണ്. പിന്നെ ആ ഗ്രൂപ്പിൽ പറഞ്ഞത് ഒരു കൗണ്ടറായിട്ടല്ല അവർ പറഞ്ഞത്, ഒരു അഡീഷൻസാണ് പറഞ്ഞത്. ആവശ്യകത വീണ്ടും പറയുകയും മലയാളം പഠിക്കേണ്ട ആവശ്യത്തിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്, അല്ലാണ്ട് ഇവർ പറഞ്ഞതിനെതിരായിട്ടല്ല പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞത് ഭരതനാട്യവും മോഹിനിയാട്ടം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതും ശരിയല്ല. നമ്മുടെ പൈതൃകം, നമ്മുടെ മറാഠി കുട്ടികൾ തിരുവാതിര പഠിക്കുന്നു, അവർ ഭരതനാട്യം പഠിക്കുന്നു. തിരുവാതിര പാട്ട് പാടാൻ മലയാളം അറിയണ്ടേ? ഇല്ല,
പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിയാണ് ഇവർ പറഞ്ഞത് ഭാഷ മനസ്സിലാവാണ്ട് പോയിട്ട് കാര്യമില്ല മോഹിനിയാട്ടം ഭരതനാട്യം പഠിക്കാൻ അത് ആവശ്യമില്ല. മലയാളം നല്ലോണം സംസാരിക്കാൻ അറിയാം. ഞാൻ തൃശ്ശൂർക്കാരിയാണ്, നല്ലോണം അറിയാം തൃശ്ശൂർ ഭാഷ, തൃശ്ശൂർ സ്ലാങ്. എന്തുകൊണ്ടാണ് അറിയാമെന്ന് വെച്ചാൽ പോയിന്റ്സ് കൊണ്ടാന്ന് വെച്ചാൽ സെക്കൻഡ് തിങ് ഓൾറെഡി ചോയ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ എഴുതാമോ ഇംഗ്ലീഷിൽ പറയാമോ എന്ന് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ചിലർക്ക് മനസ്സിലാവില്ല മലയാളം, അത് കാരണമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. My daughter-in-law doesn't know Malayalam, so for that she has to speak in English. Actually, we are in Tamil here, so she doesn't know Malayalam. For that, she has to speak in English. So she has spoken in English. മോഹിനിയാട്ടം, കഥകളി, പിന്നെ വേറെ ഡാൻസ് ഫോംസും ഒക്കെ എന്താ മലയാളം അറിഞ്ഞിരുന്നാൽ ഒന്നുകൂടി ബെറ്ററാണ്. ട്രഡീഷണൽ, കൾച്ചറൽ, ഓൾ ദി ആസ്പെക്ട്സ് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മള് ഒന്നുകൂടി കമ്മ്യൂണിറ്റിയിൽ ഒന്നുകൂടി നമുക്ക് ബിലോങ് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ എന്തോ ചോദ്യം ഉണ്ടെന്ന്. ഇവിടെ എന്തോ ചോദ്യം കൗണ്ടറായിട്ട് ഞാൻ പറയുന്നതാണ്, ഒരു പെർട്ടിക്കുലർ കലാരൂപം ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഭരതനാട്യം ഒരു തമിഴ്നാട്ടിൽ വന്നതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ തമിഴിലാണ് നോക്കുക. പക്ഷെ അതേ സെയിം കൾച്ചർ ഇങ്ങനെ ലാംഗ്വേജ് ആവശ്യമില്ല. കാരണം നമുക്ക് മലയാളത്തിൽ എടുക്കാം, ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ആയാലും അത് ഡീപ്ലി മനസ്സിലാക്കണമെങ്കിൽ അത് വേറെ ഭാഷ. അതായത് ചേച്ചി പറഞ്ഞത് ലാംഗ്വേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കല കൂടുതൽ നമുക്ക് ആസ്വാദകരമാകും. അതിനിപ്പോ ഡിപ്പെൻസ് അറിയുന്ന ആ മനുഷ്യനെ അറിയുന്ന ഒരു ലാംഗ്വേജ് തന്നെ ഉണ്ടാവുക. You can still do it, but it will be better if you know the language. That's the point. ട്രാൻസ്ലേറ്റർ അവിടെ ഓൾറെഡി ഉണ്ടാവും, കഥ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ ഒരാളുണ്ടാവും, ട്രാവൽ ഗൈഡ് ഉണ്ടാവും, കഥ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ്. ആ ഒരു ഇതുണ്ട്. ഇനി നിങ്ങളുടെ ടോപ്പിക് സമാജം ഇപ്പോൾ പ്രസക്തമാണ് എന്നുള്ളതാണ് ഇവരുടെ ടോപ്പിക്. ഓക്കെ, അപ്പൊ അല്ല എന്നാണ് നിങ്ങളെല്ലാവരും പറയേണ്ടത്. അവതരിപ്പിക്കുന്നത് നമസ്കാരം, എൻ്റെ പേര് രാകേഷ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സമാജം ഇപ്പോൾ ആവശ്യമാണ്. ഓക്കെ, കാരണം സമാജം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യർ പരസ്പരം അറിയാനുള്ള കൂടുതൽ സാഹചര്യം ഉണ്ടാവും, പരസ്പരം കൂടുതൽ പരിചയപ്പെടാനും പിന്നെ കൂടുതൽ അറിയാനുമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതുപോലെയുള്ള സമാജത്തിലേക്ക് മാത്രമേ ഒത്തുകൂടാനും ഒക്കെ പരസ്പരം അറിയാനൊക്കെ പറ്റൂ. അത് മാത്രമല്ല, സമാജത്തിനുള്ളിൽ കുട്ടികൾ പരസ്പരം ഇപ്പൊ കുട്ടികളൊന്നും നാട്ടിലേക്ക് പോകാറില്ല, പരസ്പരം നാട്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെയാണ് എപ്പോഴും, അതായത് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ നാട്ടിലെ കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് മലയാളം അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, ഒന്നും അറിയില്ല, നമ്മുടെ ഫെസ്റ്റിവലിനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഇത്രയും സമാജമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റൂ. അത് മാത്രമല്ല, നമ്മുടെ സമാജങ്ങളിൽ കല്യാണം ഉണ്ടാവും, ചിലപ്പോൾ മരണം ഉണ്ടാവും. അപ്പൊ അതുപോലെ സാഹചര്യങ്ങളിൽ മരണം സംഭവിച്ചിരുന്ന ചിലപ്പോൾ സഹായിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഈ മലയാളി സമാജമൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. കല്യാണം കഴിക്കാൻ ചിലപ്പോൾ ബന്ധുക്കൾ ആൾക്കാരെ കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം അതായത് ഇത്തരം മലയാളി സമാജം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മലയാളി സമാജം പിടിച്ച് നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ബന്ധുക്കളായിട്ട് ഇവിടെ തന്നെ ഒരുപാട് പേര് വരാൻ സാധിക്കും. അപ്പൊ ഇത്തരം ഒരു മലയാളി സമാജം അതായത് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, ഇത്ര മലയാളി സമാജം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതായത് കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവർക്കും ഈ സമാജം ഒരുപാട് പ്രയോജനപ്പെടും. മലയാളം സംസാരിക്കാൻ നമ്മുടെ നാടിനെ കുറിച്ച് അറിയണമെന്നൊക്കെ ഇത്തരം സമാജം കൂട്ടായ്മ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം മലയാള സമാജം ഒരുപാട് അത്യാവശ്യം നമ്മൾ അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ. കൗണ്ടർ ഉണ്ടോ?
എന്താ പറയാനുള്ളത്? അതിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും പറയാനുള്ളത്? എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ അവരെ വിട്ടുപോയ പോലെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ അവരെ വിട്ടുപോയ പോലെ ആഡ് ചെയ്യാൻ ചെയ്യാം. സോ ബേസിക്കലി ആ കറക്റ്റ് മലയാളി സമാജത്തെ ആൾക്കാർക്ക് ഇപ്പോൾ മോഡേൺ നമ്മളിവിടെ കേരളത്തിലല്ല ഇരിക്കുന്നത് താമസിക്കുന്നത്. സോ വി ഗോട്ട് എ ചാൻസ് ടു ബി ഇൻ ഫങ്ഷൻസ് ലൈക്ക് ഓണം, വിഷു, ഓണസദ്യ, കൾച്ചർ, നമ്മുടെ പൂക്കളം, അങ്ങനെ കുറേ പരിപാടികൾ എല്ലാവരും ഗെറ്റ് ടുഗെദർ ആകുമ്പോൾ മലയാളി സമാജത്തിൽ ഇനിയും എന്താ പറയുക, refresh everything. We want to go Kerala and celebrate. Instead of that, we settled here and we are celebrating. So it is a very actually. ഈ സപ്പോർട്ടിങ് ഒരാളാണ്. പിന്നെ ആരാ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാനുള്ളൂ? നമുക്ക് മോശമൊന്നും ഫീൽ ആവില്ല കേട്ടോ. നമ്മളെ പൊതുവെ പറയുന്നത് തുള്ളു കുछ काम करनी है बिंदास बोलो, कोई प्रॉब्लम नहीं. അതാ തീർന്നു. ഓക്കെ ഇപ്പൊ ജനസംഖ്യ കൂടുതലുള്ള ദേശമാണ് ഇന്ത്യയിലായാലും പിന്നെ മഹാരാഷ്ട്രയിലും മുംബൈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതാണ് മുംബൈ സിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ ഈ മലയാളി സമാജം എന്ന് പറഞ്ഞ മലയാളികൾ മാത്രം മലയാളികളായിട്ട് മാത്രം മാറുന്നതിനെക്കാട്ടി നമ്മുടെ എല്ലാ ഭാഷകളും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മുംബൈ സിറ്റി. അപ്പം മലയാള സമാജം മാത്രമായിട്ട് മാറുമ്പം ഈ ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ വേർതിരിഞ്ഞ് പോവാണ്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അല്ല അതിനിത് നമ്മുടെ മലയാളി സമാജം എന്ന് പറയുന്നത് ഇതിൽ ആർക്കും വരാം. ഓക്കെ, അത് നമ്മുടെ സൊസൈറ്റിയിലായിട്ട് നമ്മൾ ആർക്കും പങ്കെടുക്കാൻ, അത് ഇവിടുത്തെ അംഗമല്ലാത്തവർക്ക് പങ്കെടുക്കാം. എല്ലാവർക്കും ആർക്കും വരാം. അപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് ചോദിച്ചോക്കാം, അത് മലയാളി സംഘം അംഗമല്ലാത്തവരുടെ വരുന്നുണ്ട്. പ്രസിഡന്റ് ആർക്കും ജോയിൻ ചെയ്യാം. ഇത് ഇപ്പം ഇത് മലയാളി സമാജം പറഞ്ഞാൽ മലയാളികൾക്കുള്ള കൂട്ടായ്മയാണ്. ഇപ്പൊ അങ്ങനെ പല തമിഴ് സമാജം, ഗുജറാത്തി, അങ്ങനെ പല നമ്മൾ അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ അത് പരസ്പരം അറിയാനുള്ള കുറെ ഹെൽപ്പിംഗ് പരസ്പരം സഹായിക്കുന്ന സമാജം ഉണ്ടാക്കുമ്പോഴാണ് സമാജം തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ കൊടുക്കുക, ഇവിടെ ഒരു അനൗൺസ്മെന്റ് നമ്മളൊരു ഗസ്റ്റിനെ ക്ഷണിച്ചിരുന്നു. ഒരു ഗസ്റ്റിനെ ക്ഷണിച്ചിരുന്നു, പക്ഷെ വരുന്ന എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നൊരു 3 മണിക്കാണ് ഞാൻ MLA കിഷൻ കത്തോറെ സാറിനെ വിളിച്ചത്. अपना फैमिली फंक्शन അന്ന് നമ്മുടെ സിൽവർ ജൂബിലിക്ക് പറഞ്ഞിരുന്നു, आपका कोई फैमिली फंक्शन हो रहा था मुझे बुलाओ. ഞാൻ വെറുതെ ഒന്ന് ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു ആ ടീക്ക് मैं आता हूं, मैं मुझे आता हूं. അപ്പോ ഇപ്പൊ അദ്ദേഹം വിളിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഖത്തറെ സാറിനെ കാണാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ആളുടെ എത്തും. അപ്പൊ എവിടെയാണ് ഇവിടെ എന്തോ ഒരാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ തന്നെ സംസാരിക്കാൻ പാടില്ല, ഓരോ ടോപ്പിക്കിൽ എല്ലാവരും സംസാരിക്കും. കാരണം അത് നെഗറ്റീവ് പോയിന്റ് ആട്ടോ ജഡ്ജ് ടീച്ചറെ. ഒരു ഗ്രൂപ്പിൽ ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിൽ ആ 20 പോയിന്റിന് കുറക്കണം. രാജു അച്ഛ मेरा फेवरेट टॉपिक है, समाज में कुछ काम करनी है, बोलता है ये समाज के बारे में टॉपिक उन्होंने छेड़ा तो उसके बारे में मुझे कुछ बोलना नहीं, बिकॉज वो ठीक ही है. നമ്മളെ പേടിച്ചിട്ടാണ് ഞാനെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറയാം. എല്ലാവരും മനസ്സിലൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് മാനേജ് ചെയ്യാവുന്ന ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പോയിന്റ് പറയും. ഇന്നത്തെ കാലത്ത് സമാജം വെറും പിരിവിന് വേണ്ടി മാത്രം നടക്കുന്നു. നമുക്ക്
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമാജം ഉപയോഗിക്കുന്നു പറയും. എൻ്റെ അടുത്ത് മലയാളിക്കാരാണ്, യുപിക്കാരാണ്, ഞാൻ ആദ്യം ചെല്ലുക അവരുടെ അടുത്താണ്. മലയാളി കുറെ ദൂരത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ മലയാളികളെ തന്നെ പരിചയപ്പെട്ട ഇന്നത്തെ ദിവസമാണ്. അപ്പൊ എനിക്ക് തൊട്ടടുത്തുള്ള UP അല്ലെങ്കിൽ മഹാരാഷ്ട്രൻസാണ് എന്നെ സഹായിക്കാൻ വരും. അപ്പൊ ഈ മലയാളി സമാജം ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇതായിരിക്കണം. എല്ലാവർക്കും അവര് സംസ്ഥാനം നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാ മനുഷ്യന്മാരും സഹായിക്കാൻ ഉള്ള ആദ്യം എന്നെ പറയാനും ഒരുക്കൂ. എല്ലാവരും അതെ, ഞാൻ അയൽപ്പക്കക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളിയാണോ തമിഴനാണോ നോക്കേണ്ട ആവശ്യമില്ല. അത് ഏതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി. അല്ല, ചേട്ടാ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ മലയാളിസം എന്റെ അനുഭവത്തിൽ പറയണം. അതായത് നമ്മുടെ മലയാളി സമാജം ഏറ്റവും മികച്ച സമാജമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ സമാജം പരസ്പരം സഹായിക്കണം. അതായത് ഏത് മനുഷ്യനാ ശരി ഒരു അവർക്ക് പൈസ കയറി എന്തെങ്കിലും സഹായിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈയിടെ നടന്ന സംഭവം ഞാൻ പറയാം. ഇപ്പോൾ എന്റെ ബിൽഡിംഗ് അടുത്തുള്ള ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന മുകളിൽ. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ 1 മണിക്കൂറിനുള്ളിൽ 10,000 രൂപ സഹായിച്ച് ആ മനുഷ്യനൊക്കെ പൈസ കൊണ്ടുകൊടുത്ത് ഞാനും ജിനേഷും എല്ലാം കൂടി ചേർന്നാണ് കൊടുത്തത്. അപ്പൊ അവിടെ അടുത്ത് വിട്ടൊരു കുട്ടിക്കാർ മാറ്റികൾ ഉണ്ടായിരുന്നില്ലേ, അവരോട് സഹായിച്ചത്. അപ്പൊ ഞങ്ങളാണ് സഹായിച്ചത്. ഒരു ക്ലാപ്പ് കൊടുത്തില്ല, സോറി, എല്ലാവരും കൂടി ഒരു ക്ലാപ്പ് കൊടുക്കാം. ഇവിടെ വെജിറ്റേറിയൻ അല്ലെ, വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ വിഷയം വെജിറ്റേറിയൻ ഈസ് മോർ ഹെൽത്തിയർ ദാൻ നോൺ വെജ്. ഓക്കെ, അതായത് മത്സ്യം മാംസാദികളിലേക്ക് കാട്ടി കൂടുതൽ പച്ചക്കറികളാണ് നമ്മളുടെ പോഷകമായിട്ടുള്ള ഒരു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യർ പലതും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ചിലവർക്ക് പച്ചക്കറികൾ ഇഷ്ടമാണ്, ചിലവർക്ക് മത്സ്യാദി മാംസങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. പക്ഷേ പച്ചക്കറികൾ ഇന്നത്തെ സമയത്ത് സാഹചര്യം അനുസരിച്ച് കൂടുതൽ കെമിക്കൽ എല്ലാം ഉപയോഗിച്ച് അതിനെ ഹാനികരമാക്കി അതിനെ മറു രീതിയിൽ അതിനെ കൂടുതൽ ലാഭത്തിന് വേണ്ടി പച്ചക്കറികളെല്ലാം ഉപയോഗിച്ച് ഹാനികരമാക്കി പോകുന്ന സമയമാണിപ്പോൾ. ആ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഓർഗാനിക് പച്ചക്കറികൾ, അതായത് നമ്മളുടെ മണ്ണിൽ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന പലവരും ഉണ്ട്. ഇവിടെ മാത്രമല്ല, മുംബൈ സിറ്റിയിൽ മാത്രമല്ല, നാട്ടിലായാലും പലയിടത്തും ചെറിയ സ്ഥലത്തിൽ തന്നെ പച്ചക്കറികൾ വിളവ് ചെയ്ത് സ്വന്തം കൃഷി ചെയ്ത് ആഹാരം പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റും നമ്മൾ മൊബൈലിലൂടെ ആയാലും TV-യിലൂടെ ആയാലും നമ്മൾ അറിയുന്നു. അപ്പോൾ പച്ചക്കറികളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ട്, നമ്മുടെ ആരോഗ്യത്തിനായാലും മാനസികാവസ്ഥയ്ക്കായാലും രോഗത്തിൽ നിന്നും മുക്തി കിട്ടാനും പച്ചക്കറികളാണ് കൂടുതൽ ആവശ്യം. പിറന്നു വീഴുന്ന കുഞ്ഞിന് പോലും നമ്മൾ ആദ്യം കൊടുക്കുന്നത് പച്ചക്കറിയിൽ ഉൾപ്പെടുത്തുന്ന കൂര ആയാലും എല്ലാം ഈ പച്ചക്കറിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ പച്ചക്കറിയിൽ നിന്നാണ് നമുക്ക് കൂടുതലും ആരോഗ്യകരമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുന്നതാണ് എൻ്റെ താല്പര്യം. ഇത് ദഹനശേഷിക്കും അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്, എവിടെയും നമുക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്. അതുപോലെ നമ്മളുടെ പലതരത്തിലുള്ള ആഹാരങ്ങളും നമ്മൾ പല വെറൈറ്റീസ് ആയിട്ടും പലതരത്തിലും നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഔഷധികളും നമ്മൾ ഈ പച്ചക്കറികളിൽ നിന്നാണ് ഹെർബ്സും എല്ലാം എടുത്ത് നമ്മൾ ഓരോ മരുന്നുകളായിട്ട് ഉണ്ടാകുന്നതും ആയുർവേദത്തിലും നമ്മൾ ഈ പച്ചക്കറികളിൽ നിന്നാണ് നമ്മൾ ഈ
മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഫേഷ്യൽ ആയാലും കോസ്മെറ്റിക്സിലായാലും പലതരത്തിലുള്ള ഫേസ് പാക്കും ഓയിൽ എണ്ണ അതെല്ലാം ഉൾപ്പെടുത്തുന്നത് പച്ചക്കറിയിലുണ്ട്. Counters. കൗണ്ടർ Very interesting topic. Veg versus non-veg. Come on, guys. പലപ്പോഴും ഡോക്ടേഴ്സ് ചിലപ്പോൾ നമ്മളോട് പറയില്ലേ നോൺ വെജ് കഴിച്ച് തുടങ്ങുന്നത് ലൈക്ക് എഗ്സ് അലോ പ്രോട്ടീൻ കുറവാണ് എഗ്സ് കഴിക്കാന്ന് പറയില്ലേ ഈവൻ ടു വെജിറ്റേറിയൻസ്. മിക്ക വെജിറ്റേറിയൻ പേരും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് പ്രിഫർ ചെയ്യണം. അവർക്ക് ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മരുന്ന് കഴിച്ചിട്ടും അത് ബോഡിയിൽ റിയാക്ഷൻ വരും. മോസ്റ്റ് ടൈം നമ്മൾ ഹെഡ് ടൈം മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഡോക്ടർ പറയും എഗ്സ് പ്രിഫർ ചെയ്യണം. കാൽസ്യം കൂടുതലുള്ളതുകൊണ്ടാണ് എഗ്ഗിൽ പാലും മുട്ടയും ഇറച്ചിയായാലും ചിക്കനായാലും നമ്മൾ പ്രിഫർ ചെയ്യാൻ. പക്ഷേ താല്പര്യമുള്ളവരല്ലേ അത് കഴിക്കുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ഇതിലെല്ലാത്തിലും കെമിക്കൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല. സോ വെജിറ്റേറിയൻ വി പ്രിഫർ ബോത്ത് ബിക്കോസ് ഓഫ് ഓർഗാനിക് ഫുഡ് ജാസ്തിയായിരുന്നു. പച്ചക്കറിയിലെ ജാസ്തി അതിന് കെമിക്കൽസ് ജാസ്തി ഉണ്ട്. So you can't say there is no only organic only nowadays is not available. So in vegetables more chemicals are found. So you can't say that. ഇല്ല, പക്ഷേ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ നമുക്കറിയാലോ. ചൂടുവെള്ളത്തിൽ ഇടുക, പച്ചക്കറികൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയിൽ ഇടുക. നമ്മൾ കൊറോണ സമയത്ത് നമുക്ക് മാംസങ്ങളൊന്നും ഇല്ലായിരുന്നു, ചിക്കൻ അതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ പച്ചക്കറിയിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തു 2 വർഷം. But still it will take time to all to understand that. നമ്മുടെ അത്രയും പച്ചക്കറി വാഷ് ചെയ്ത് നമ്മൾ കൊറോണ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഇത്ര എന്താ പറയാ തിരക്കുള്ള ഉദാഹരണമാണല്ലോ. അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള പാഠമാണ്. ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനായിരുന്നു പച്ചക്കറികൾ. അപ്പൊ അതിന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇല്ല, ആദ്യം മനുഷ്യർ വന്നത് ആദ്യം പ്ലാന്റ്സിലൂടെയാണ് വന്നത്. അവർ ഈ വനത്തിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും ഫലങ്ങളും കഴിച്ചിട്ടല്ലേ അവർ കഴിച്ചത്. പിന്നെയല്ലേ അവർ അണ്ടി സ്റ്റോർ ചെയ്തത്. കൊറോണ സമയത്ത് ഇപ്പോൾ എഗ്ഗായിരുന്നു പ്രിഫർ ചെയ്യുന്നത് അല്ലെ? നോൺ വെജിറ്റേറിയൻസിനും കൊറോണ വന്നപ്പോൾ എഗ്ഗ് കഴിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് എന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഒമേഗ ഇതിന് ഫിഷിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിക്കണം ഡോക്ടർ പ്രിഫർ ചെയ്യണം. Egg is veg or non-veg? Right question. That's when that will be a plus point for them. If it's a non-veg, then only you will get a plus point. Because they are supporting for veg. नॉन-वेज में हम लोग एक चीज़ खाकर ही बॉडी बना सकते हैं. वेज में तो बहुत सारी चीज़ खाना पड़ता है. എനിക്കൊരു ചോദ്യം ചോദിക്കാൻ. ആൻറ്റി എന്ന് ആഫ്റ്ററിൽ കഴിച്ചേ എന്താ കഴി കാണിച്ചേ? ഐ സ്മെൽ ആൻഡ് സേ യു ഹാഡ് ഫിഷ്. She had fish. See? I mean, most of the Malus we do have fish, especially on weekends. And you said something about medicine. So let me tell you, omega-3, cod liver, shark liver oil, even vegetarians have that. We can opt for nuts and cereals also. Yeah, me, but the doctor gives it if you have a serious condition. Doctor prefers. നമ്മളിപ്പോൾ പറയുന്നത് മുട്ട, ഇറച്ചി, അതിലാണ് കാൽഷ്യം, ഒമേഗ 3. പക്ഷേ അതിൽ നമ്മൾ ഡീറ്റെയിൽ നോക്കുവാണെങ്കിലും ഈ പ്ലാന്റ്സിലൂടെ നമുക്ക്
ഫസ്റ്റ് സാൾഡൻസ് ആണ് നമ്മുടെ മത്തി, സ്വന്തം മത്തി. Wound powder, when we see it, so we directly but it was there, It was there. It was there, right. The vegetarian, the sattvic thing has come, that has been reduced and it has been substituted by different. But it is difficult for us to start with that culture, Sattvic and Vedic now, because we are used to, നമ്മുടെ ട്രഡീഷണലി നോൺ വെജും വെജും എല്ലാം കഴിച്ചു തുടങ്ങിയതാണ്. പെട്ടെന്ന് പാല് നിർത്തുക, തൈര് നിർത്തുക, മോര് നിർത്തുക അങ്ങനെ പല കാര്യങ്ങളും. ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാലും Give it to someone else. She speaks well. She speaks well, but മലയാളത്തിൽ പറഞ്ഞു. നമ്മുടെ വിഷയമാണ് മലയാള സിനിമകൾ ഹിന്ദി സിനിമയിനെക്കാട്ടും നല്ലതാണുള്ളത്. ഇതിന് പോയിന്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് മലയാള സിനിമ മോസ്റ്റ്ലി ശരിക്കുള്ള കഥകളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അത് സീരിയസ് മോഡ് ആയാലും ഒരു ചിരിക്കാനുള്ള സിനിമ ആയാലും അതിനൊരു റിയലിസ്റ്റിക് ആസ്പെക്ട് ഉണ്ട്. സാധാരണ ഓരോരോ പ്രേക്ഷകർക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആസ്പെക്ട് കൂടിയുണ്ട്. പിന്നെ ഒരു മലയാള സിനിമ കണ്ടാൽ നമുക്ക് ചെറിയ കുട്ടികളൊപ്പം ഇരുന്ന് കാണാം. നമ്മൾ ബോളിവുഡ് സിനിമയിൽ വെച്ചാൽ ചിലപ്പോഴൊക്കെ ഒരുപാടായിട്ടുള്ള അടി പിടി വെട്ടുകുത്ത് അത് ഒരുപാട്, അല്ലെങ്കിൽ ന്യൂഡിറ്റി സീൻസ് ഒരുപാട് ബോളിവുഡ് മൂവീസിൽ ഉണ്ടാവില്ല. നമ്മളൊരു സിനിമ ഒക്കെ അത് നമുക്ക് ആദ്യം റേറ്റിംഗ് നോക്കേണ്ടി വരും, കുഞ്ഞു കുട്ടികളെ കാണിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇൻ മോസ്റ്റ് കേസസ് നമ്മളൊരു മലയാള സിനിമ ഇരുന്ന് കാണുമ്പോൾ പിന്നെ അത് ഒരു ചെറിയ കുട്ടിക്കും കാണിക്കാം. എന്ന് വെച്ചാൽ ഫുൾ ഒരു ഫാമിലിക്ക് ഒരുപാട് ഏജസ്, എന്ന് വെച്ചാൽ ചെറിയ കുട്ടി മുതൽ വയസ്സായ ഒരാൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ജാനറാണ് മലയാളം സിനിമ. പിന്നെ 90% നമ്മളൊരു ബോളിവുഡ് സിനിമ നോക്കിയാൽ അത് ഒരു അൺഐഡിയലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഒരു ശരിക്കും ഉണ്ടാവുന്നൊരു കഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം യങ് ആയിട്ടുള്ള ഒരുപാട് കരൺ ജോഹർ മൂവീസ് ഉണ്ട്. കരൺ ജോഹറിന്റെ സിനിമകൾ പകുതി മുക്കാലും ഒരു റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. हम लोग का डिस्कशन ही चल रहा था. हम लोग का माननीय आमदार श्री किशन कतोरे साहब और बड़े साहब और बाकी आप लोग भी इधर आए हैं. साहब क्या है, सिल्वर जुबली में हमारा फंक्शन में आए थे. तब जाते टाइम गाड़ी में जाते टाइम बोला था आपका कुछ फैमिली वाला गेट टुगेदर वगैरह रहेगा तो मुझे बुलाना. लेकिन मैं तो आम आदमी, मैं हम लोग को पॉलिटिशियंस को लेके एक अलग पिक्चर ही है. वो लोग बोलते हैं लेकिन करते नहीं, ऐसे मैं सोचा था. अभी वो मेरा दोस्त ने मुझे बोला, अरे उस दिन आमदार ने तो बोला था ऐसे बुलाने को, बुलाया क्या? मैं बोला भूल गया. मुझे नहीं लगा क्या साहब सीरियसली बोल रहा था. आज 3 बजे मैं कॉल किया साहब को, साहब का ही नंबर पे कॉल किया, साहब ऐसे ऐसे आपने बोला था, आप आएगा क्या? तुरंत बोला मेरा एक फंक्शन है लेकिन 9 बजे में आएगा आपके पास करेंगे. ये मेरा एक एक्सपीरियंस नहीं, काफ़ी बार एक्सपीरियंस हुआ है. बहुत सारा काम लेके उनका घर पे हम कभी भी जा सकते हैं. मैं खुद जाके सुबह 7 बजे भी जाएगा, साथ मिलेगा, कोई भी अपना प्रॉब्लम में अपने सामने रख सकता है. और साहब याद भी रखता है, उस दिन स्वामी जी को लेके गया था कुछ और काम के लिए, अम्बेशिव का अपना कृष्णानंद स्वामी. तो स्वामी जी को देख के साहब बोल रहे, स्वामी जी आपका रोड का काम हो गया. अरे इतने सारे लोगों का काम देखते हैं, कैसे याद रखता है मुझे मालूम नहीं. बहुत लोग जाता रहते हैं, ऐसा एक भी दिन नहीं है उधर कोई बैठा नहीं है. ठीक है, तो उनका काम ही ऐसे. दिनेश कतोरे मेरा दोस्त है, वो मेरा बिल्डिंग में रहता हो, वो बोलते हैं कि साहब ने बचपन से यही काम किया है, ना कभी बिल्डर बना है, ना कोई बड़ा धंधे वाले बना है, लोगों का प्रॉब्लम सुना है, उसको सॉल्व किए. इसीलिए 25 साल आमदार बनकर रहने का इनका भगवान ने उनको आशीर्वाद दिया है. चलो साहब को थोड़ा दो शब्द बोलने के लिए. एक्चुअली
प्रोग्राम क्या है ये हमें मालूम नहीं, लेकिन ये जो आपके बैचेस जो है ब्लू पिंक कलर के येलो कलर के ये ग्रुप बनाए, डिस्कशन के लिए ग्रुप बनाए। ओके 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 ओके। हमारे पीछे जो नायर जी है मेरे नज़दीक ही रहते हैं, लेकिन मैं उस दिन जो अनिता पार्क में आपका जो प्रोग्राम हुआ उस दिन मैं बोला था कि कई किलोमीटर दूर से आप इस महाराष्ट्र में आए और महाराष्ट्र के बदलापुर भूमि में आए, और बदलापुर जिस भूमि में आप आए उस भूमि के जो एमएलए है आमदार, वो आपको कम नसीब वालों को बहुत कम लोगों को मिलता है। जैसे कि इन्होंने बताया कि एक छोटा सा फ़ोन किया मैंने और तुरंत आज यहाँ पे आ सकते हैं, उनको भरोसा नहीं था, लेकिन आमदार साहब को मैं एक सुबह के कार्यक्रम कृष्णा हाइट आपके सामने वाले श्री कृष्णा हाइट, इनका एक छोटा सा फंक्शन था कि पार्किंग का प्रॉब्लम चल रहा था, और पार्किंग के प्रॉब्लम में उन्होंने क्या किया कि आगे जाकर एक गेट बनाया और सारे 340 फ्लैट वाले नीचे आए थे कि पार्किंग का प्रॉब्लम है, सॉल्व नहीं होता। तो गेट का ओपनिंग करने के लिए, और हमारे बीजेपी की सदस्य नोंदणी थी आज उनके ही कॉम्प्लेक्स में, एक फ़ोन किया, साहब बोला कि मैं 15 मिनट में आता हूँ। और उन लोगों को ये सपने में भी वो सोच नहीं थे कि एक एमएलए इधर, हमने इनको इनवाइट भी नहीं किया, लेकिन हमारे राजेंद्र दादा ने बोला और सब आया, और साहब 15 मिनट में वहाँ पे आए। वो लोग इतने खुश हुए। ये कहना क्या है, मैं चाहता हूँ कि ज़मीन पर काम करने वाले हैं वर्षों से, मतलब 35 साल से ये ज़मीन पर काम कर रहे हैं, उनके ब्लड में ही सोशल वर्क है। मतलब डेफिनेशन उनकी अगर जो कहे तो 80% सोशल वर्क और 20% पॉलिटिशियन, ये इनकी डेफिनेशन है। और यही डेफिनेशन इनको 25 साल राजनीति में एमएलए करना है। आपने इन्होंने बोला कि कहीं सुना है कि आपने कि आमदार साहब के बड़े बड़े प्लॉट्स है, जगह है, कि इतने उनके पास कोई पैसा है, या 25 साल में, अभी आप कितने साल में रहने के लिए आए मालूम नहीं, लेकिन एक दाग भी नहीं है उनके करप्शन का। हमारे नायर जी बहुत साल, आप कितने साल से रहते हैं? 30। मैं छोटा सा तभी से आप मुझे पहचानते हैं। तो इतने एक छोटा सा, कितने भी बड़ी पॉलिटिशियन हो, लेकिन उनके ऊपर कुछ ना कुछ झूठा भी आरोप हो देते हैं, लेकिन इनके ऊपर कोई झूठा भी आरोप नहीं कर सकता। ये अच्छा अपने नसीब में ये है। और डेवलपमेंट जो आज बदलापुर की हो रही है, आप जैसे अच्छे लोग जो यहाँ पे रहने के लिए आए, हम वेलकम करते हैं। और उस दिन भी मैं बोला कि आपका संरक्षण करना हमारा धर्म है, क्योंकि आप 1800 किलोमीटर दूर से केरला से यहाँ पे आए हैं, तो आपका रक्षण करना हमारा इस महाराष्ट्र भूमि में हमारा धर्म है, और उसका पालन हम जरूर करेंगे। हमारे सारे लोगों को शुभकामना देते हो, हमको बुलाया और हमारा मान सम्मान आप करते हो। एक फैमिली फंक्शन में हमने बुलाया, तुमने आपको बुलाया। लेकिन एक बात ध्यान रखो कि कभी किसी का पर्सनल भी अगर कोई रहेगा ना, और आप अंदर सबको फ़ोन करेंगे ना, तो पर्सनल उतना ही ध्यान देंगे जितना आप आपकी कम्युनिटी अभी बोल रही हो कि सो एंड सो किसी के ऊपर कोई अगर प्रॉब्लम आता है घर पे, किसी का घर में फंक्शन में प्रॉब्लम आता है, या एडमिशन, या कुछ भी रहो, आप जैसे हमारे नगर सेवक काम करते हैं वैसे नगर सेवक से भी ज़्यादा ये आदमी काम कर रहा है, इसलिए मैं उनका थैंक्स करना चाहता हूँ। धन्यवाद। मैं आज आपके परिवार में अचानक आया, लेकिन मेरा दिल था। मैं उस दिन प्रोग्राम में निकलते निकलते बोला क्योंकि भीड़ में सबसे नहीं मिल सकता हूँ, परिवार का फंक्शन रहेगी तो मैं मिलूँगा। और किसी को अगर कभी तकलीफ होती है, जैसा हमारे राजेंद्र शेठ ने ये बोला कि अगर कभी तकलीफ होती है तो कभी भी फोन कर सकते हैं, तो मैं बोला एक बार मैं देखूँगा तो मेरे पूरा दिमाग में रहेगा ये मेरा केरला बहन है, निश्चित बहुत खुशी लगेगी। इसके लिए मैं उस दिन बोला था और याद रख कर उसने मुझे आज दोपहर को फ़ोन किया। आज का दिन हम लोग का बहुत भागदौड़ का था, अभी भी मैं सब पूरा प्रोग्राम करके और प्रोग्राम है, लेकिन मैं बोला कुछ भी करके मैं मिलने के लिए आऊँगा। और मुझे बहुत खुशी लगी कि आप बदलापुर में एक साथ फैमिली का भी फंक्शन करते हैं और फैमिली जोड़ने का काम इसमें हो जाता है। और उसमें और दूसरा होगा कि हम लोग के साथ में आप जोड़ने से
आपको कहाँ भी कुछ तकलीफ होगी तो मैं आपके साथ हूँ। ये लोगों को इसके लिए मैंने बोला है कि आपके एरिया में रहते हैं, ये मेरे सब परिवार के अभी लोग बने, केरला वासी मुझे परिवार का किया है ना अभी। और मुझे खुशी है केरला वासी ने मेरे चुनाव में किसी को बोलने की जरूरत नहीं लगी, जिसका नाम था वो जाकर वोट करके आए, कभी नहीं वोट करने वाले वो भी लोग जाकर वोट दे के आए। ये इतना अच्छी तरह से प्यार करने वाला समाज अगर मेरे साथ ऐसा ही जोड़ते रहेंगे, बदलापुर के भारतीय जनता पार्टी में अब मेंबर तो बने लेकिन जिसका नाम वोटिंग लिस्ट में भी नहीं वो भी डाल के ले होगा, अभी शुरू है किया। तो जो अगर कभी किसी का नहीं होगा तो वो भी डाल के लिए बदलापुर बहुत अच्छी तरह से डेवलप करने का जो काम शुरू है उसमें आप लोगों का भी सहयोग होना मांगता है। आप कहाँ भी कुछ आपके दिल में होगा, जो केरला में नहीं वो बदलापुर में है, लेकिन एक है मुझे कि आपकी जो मैं उस दिन खीर मिली मुझे, क्या बोलते हैं उसको, पायसम। इतना खुश हो गया, दोबारा लेने का मेरा मूड था लेकिन अभी मैं बोला मांगू कैसा, दिल था लेकिन पूरा दिल में रह गया। एक बार कभी बनाएंगे तो मैं आपके घर में आके खाऊंगा, कितना ही कहता हूँ। सबसे अच्छा लगा क्योंकि आखिर अपन आपस में जुड़ने के, अभी यहाँ इतने लंबे से आप लोग आके रह गए तो ये गांव वाले बन गए, आप ये शहरवासी बने, और तो आपका कभी तकलीफ होगी तो हम लोग आपके साथ है, यही कहने के लिए मुझे आपके साथ जोड़ने का प्रयास था। आपका थैंक्स, मुझे बुलाया और सबका परिचय कर दिया। जहाँ कहाँ होगा वहाँ मैं आपका हूँ, हमारे सभी ये आए आपके एरिया में कहाँ होंगे तो वो सब आपको मदद करेंगे, इतना विश्वास देके आपको शुभकामनाएं देता हूँ। बहुत धन्यवाद, बहुत धन्यवाद सर, बहुत शुक्रिया। और भी अपना एरिया वाइज होने वाला है, अभी बदलापुर गांव का नेक्स्ट होने वाला है तो आपको ज़रूर मैं याद करूँगा बहुत पहले ही, आज का जैसा नहीं। बदलापुर गांव और रमेशवाड़ी का बाकी है, फिर ईस्ट में करवाई और शिरगांव वो सब एक एक एरिया में करने वाला, सिर्फ एक दिन पहला पता नहीं। श्योर, थैंक यू सो मच। चलो थैंक यू। लिया है फोटो बराबर। फोटो Above 400 at least. Any guesses? Any confidence? Above 400 or below 400? Anyone from red? Above 400. Oh, are there only 364. So next time, give them more boys. Men can support well, I guess. Yellow has most number of men. Maybe that's the secret.